ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഇതാ ചിക്കൻ തന്നെയാണ് കേട്ടോ. എയർ ഫ്രൈയിലും നമുക്ക് പാനിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാനിവിടെ കാണിക്കുന്നത്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. ഏതൊരു കറിക്കാകട്ടെ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോഴും എല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു മസാലയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാ ഇവിടെ 1 കിലോയിലും അധികം തൂക്കം വരുന്ന ഒരു ചിക്കനാണ്. അപ്പോൾ വെയിറ്റിലൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ചിക്കനിലോട്ട് നന്നായിട്ട് ചെറുനാരങ്ങയും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് പിന്നെ കുഴച്ചെടുക്കുക. നന്നായിട്ട് റബ്ബ് ചെയ്യുന്ന പോലെ ഇതുപോലെ ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഉപ്പൊക്കെ ഉള്ളിൽ പോവും. പിന്നെ അതിലുണ്ടാകുന്ന ആ ഒരു സ്മെല്ല്, ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവുമല്ലോ ചിക്കനിൽ, അതൊക്കെ പോവാനും എല്ലാം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് കഴുകിയെടുത്താലും മതി. ഇനി നമ്മളിതാ ഒരു നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് വേണ്ട, നമുക്കിതൊന്ന് പകുതി മതി. അപ്പോൾ പകുതി ഞാനിതാ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമുള്ള മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറിയ സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഒരു മസാലയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇതാ 1 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളിതാ കറാമ്പൂ എടുത്തിട്ടുണ്ട്. ഒരു 5 പീസോളം കറാമ്പൂ ഞാനിതിലേക്ക് ചേർത്തെടുത്ത്, പിന്നെ നമ്മൾക്കിതിലേക്ക് ഒരു കഷ്ണം പട്ടയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ 2 ടേബിൾ സ്പൂണോളം കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്, അതും കൂടി ചേർത്തു. പിന്നെ നമ്മൾ മല്ലിയും ചേർത്ത് കൊടുക്കാം. പച്ചമല്ലി തന്നെ ചേർത്തിട്ടുണ്ട്, അതും 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നല്ലൊരു ഫ്ലേവറുള്ള ഒരു മസാലയാണ് കേട്ടോ അത്. അപ്പോൾ ഇത് നമ്മൾ ഏതൊരു റെസിപ്പിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നന്നായിട്ട് ചൂടാക്കി പൊടിച്ച് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അതാ നമ്മുടെ ചിക്കനിലോട്ട് നമ്മൾക്ക് മസാല എല്ലാം തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച മസാലയിൽ നിന്ന് 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫുൾ ചിക്കൻ എടുക്കുന്നത് കൊണ്ടാണ് ഫുള്ള് ചേർക്കുന്നത്. നമ്മൾ പകുതി ചേർക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മസാല എടുക്കാം കേട്ടോ. പിന്നെ എരിവിനൊക്കെ നമുക്ക് കൂടുതൽ എരിവ് ആക്കി കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി നമുക്കിത് കുറച്ച് സമയമെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി പാനിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മളിത് പാനിൽ ഫ്രൈ ചെയ്യുന്നതും എയർ ഫ്രൈയിൽ ചെയ്യുന്നതും രണ്ടും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാനിലേക്ക് ഞാനിത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾക്ക് 2 പീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ പാനിൽ വെച്ചത് നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. കാരണം കുറച്ച് വലിയ പീസായതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ എയർ ഫ്രൈയിലാകുമ്പോൾ ഈ ഒരു മസാല തേച്ച് തന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്യണം കേട്ടോ. ഓയിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്താലോ ബ്രഷ് ചെയ്താലോ അങ്ങനെ മതി. എന്നിട്ട് ഇതാ 2 പീസും ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇതാ നന്നായിട്ടൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്യുക വേണ്ടത്, നല്ലോണം ഡീപ്പായിട്ട് ഫ്രൈ ഇതാക്കണ്ട. അപ്പോൾ അത് ബ്രഷ് ചെയ്തതിന് ശേഷം ഞാനിതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടെ നമ്മുടെ മസാല തേച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തേക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മസാല എല്ലാ ഭാഗത്തുമൊക്കെ ആയി കിട്ടും, നല്ലൊരു കളറും ഉണ്ടാവും. ഇനി നമ്മളിതാ എയർ ഫ്രൈയിൽ വെച്ചതിന് ശേഷം 160 ഡിഗ്രിയിലാണ് ഞാൻ വെക്കുന്നത്. എന്നിട്ട് അത് ഒരു 10-15 മിനിറ്റ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ 2 സൈഡ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പാനിൽ വെച്ചത് ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ഇത് കുറച്ചും കൂടെ നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ 2 സൈഡ് ചെറുതായിട്ട് വെന്തതിന് ശേഷം നമ്മൾ ആ ഒരു അടപ്പ് തുറന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആവുന്നവരെ നമ്മൾക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഓയിൽ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് ഈ ഒരു കളറായിട്ടുണ്ട്, നമ്മൾക്കിത് മാറ്റാം. അപ്പോൾ ഇതാ പാനിൽ വെച്ചത് നമുക്ക് പെട്ടെന്ന് ആയിക്കിട്ടും കേട്ടോ. അപ്പോൾ എയർ ഫ്രൈയിൽ വെക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് കൂടുതലുണ്ടാവുന്നത്. ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ഇഷ്ടം എയർ ഫ്രൈയിൽ വെച്ചതാണ്. അത് ഒരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതിൽ വെക്കുമ്പോൾ. അപ്പോൾ അത് ഈ ഒരു കളറാകുന്നവരെ ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമെല്ലാം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 സൈഡും ഒന്ന് വേവിച്ചതിന് ശേഷം തുറന്ന് വെച്ച് അതിൻ്റെ വെള്ളമെല്ലാം വറ്റുന്ന വരെ നമ്മൾ ഇതുപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി നമ്മൾ എയർ ഫ്രൈയിൽ ഉണ്ടാക്കിയതും അതേ രീതിയിൽ തന്നെ 2 സൈഡും 15 മിനിറ്റ് വരെ ഞാൻ വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എയർ ഫ്രൈയിൽ ഉണ്ടാക്കുന്ന പല റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കൻ ബ്രോസ്റ്റ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. പിന്നെ അതിൻ്റെ പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.